بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ വ്യക്തമായി പഠിക്കുകയും മുവഹിദുകളും മുത്തഖികളുമായി മരണം വരെ ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. അബൂ സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്. അദ്ദേഹം പറഞ്ഞു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി പറഞ്ഞിട്ടുണ്ട്, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറഅൻ ബിദിറാ. തീർച്ചയായും നിങ്ങൾ പൂർവികരുടെ, നിങ്ങളുടെ മുമ്പുള്ളവരുടെ ചര്യകളെ, രീതികളെ ചാണിന് ചാണായും മുഴത്തിനു മുഴമായും പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താ ലൗ സലകൂ ജുഹറ ലബ്ബിൻ ലസലക്തുമു. അവർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഖുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദു വൻ നസ്വാറ, യഹൂദ നസ്വാറാക്കളെ കുറിച്ചാണോ താങ്കൾ പറയുന്നത്? അവരെപ്പോലെ ഈ ഉമ്മത്തും നാളെ അവരുടെ മാർഗത്തെ പിന്തുടരും എന്നാണോ പറയുന്നത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ, അല്ലാതെ മറ്റാരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനമാണ്, മുഹമ്മദ് നബിയുടെ സമുദായത്തിൽ യഹൂദ ക്രൈസ്തവരുടെ നിലപാട് സ്വീകരിച്ചു പോരുന്ന ഒരു വിഭാഗമുണ്ടാകും. നമ്മൾ സൂഫികളെക്കുറിച്ചും വ്യതിയാന കക്ഷികളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തു വരുന്നത്. അവരുടെ വിശ്വാസവും കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരുടെ അരികിൽ പ്രചാരത്തിലുള്ള സാങ്കേതിക സംജ്ഞകളുമൊക്കെ പരിശോധിച്ചാൽ അതൊക്കെ യഹൂദ ക്രൈസ്തവരുടേതാണ് എന്ന് കാണാൻ സാധിക്കും. പല കാര്യങ്ങളും നമ്മൾ മനസ്സിരുത്തി. മറ്റൊന്നാണ് ജാറങ്ങൾ തേടിയുള്ള തീർത്ഥാടനങ്ങൾ. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ജാറ തീർത്ഥാടനങ്ങൾ ഉണ്ടോ? ഇല്ല. ഇസ്ലാമിലുള്ള ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടനങ്ങൾ ഹജ്ജും ഉംറയുമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെല്ലാം തൗഹീദിന്റെ സന്ദേശവുമായി ഹജ്ജിന് പുറപ്പെട്ടു. ഇനി ദുൽഹിജ്ജ 8 പിറക്കുമ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു, നിനക്ക് പങ്കാളിയില്ല, നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഉംറക്കും ഹജ്ജിനും വേണ്ടി എത്തിച്ചേരുന്നത് അള്ളാഹുവിന്റെ അതിഥികളായി. ഇതല്ലാതെ അമ്പിയാക്കളുടെയോ ഔലിയാഇന്റെയോ മഹത്തുക്കളുടെയോ ബാബമാരുടേതോ ബീബിമാരുടേതോ ആയിട്ടുള്ള മക്ബറകൾ, ജാറങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തീർത്ഥാടനം അത് ഇസ്ലാമിലില്ല. എന്നാൽ സൂഫികളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് അവർക്ക് പ്രസക്തമല്ല, ഉംറയ്ക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല. അവർ നാട് നീളെയുള്ള ജാറങ്ങളൊക്കെ തെണ്ടി നിരങ്ങാൻ തങ്ങളുടെ അനുയായികളെയും മുരീദന്മാരെയും പ്രേരിപ്പിക്കുന്ന കാഴ്ചയാണ്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദ ക്രൈസ്തവർക്ക് നാശം, അവർ അമ്പിയാക്കളുടെ സ്വാലിഹുകളുടെ മക്ബറകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളായി സുജൂദിന്റെ സ്ഥലമാക്കി മാറ്റി എന്നുള്ളതാണ്. ഇത് യഹൂദ ക്രൈസ്തവർക്ക് ശാപം കിട്ടാൻ കാരണമായ ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ
തൊട്ടു മുമ്പുള്ള ഏതാനും ദിവസങ്ങൾ, പ്രത്യേകിച്ചും അവസാനത്തെ 5 ദിവസങ്ങൾ ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത വിഷയം ഇതാണ്. യഹൂദ ക്രൈസ്തവർ അവരുടെ നബിമാരുടെ കാര്യത്തിൽ അതിരുവിട്ടുപോയിട്ടുണ്ട്. ഒരിക്കലും എന്റെ കാര്യത്തിൽ നിങ്ങൾ അതുപോലെ അതിരുവിടരുത്. യഹൂദ ക്രൈസ്തവരെ പോലെ അവർ അവരുടെ നബിമാരുടെ മക്ബറകൾ കെട്ടിപ്പൊക്കി, അവരോട് ഇസ്തിഗാസ നടത്തി, അവർക്ക് നേർച്ചകൾ നേർന്ന്, അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച്, അവരിൽ ഭരമേൽപ്പിച്ച് അവർ മുഖേന റബ്ബിൽ രക്ഷപ്പെടുമെന്ന് കരുതിയവരാണ്. അതേപോലെ നിങ്ങൾ എന്റെ മരണശേഷം എന്റെ ഖബറിങ്കിൽ വരികയും എന്നോട് തേടുകയും എനിക്ക് വേണ്ടി നേർച്ച നേരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന് പല ഭാഷയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ മക്ബറകളിലേക്ക് വാഹനം കെട്ടിപ്പുറപ്പെട്ടു പോകുന്ന രീതി സൂഫിയത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ഷിയകളിലാണ് ആരംഭം. ഷീസമാകട്ടെ അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന യഹൂദി രൂപം കൊടുത്ത ആദർശവുമാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പിൽക്കാലക്കാരായ ബഹുജനങ്ങളിൽ ചില ആളുകൾക്ക് അവർ പ്രത്യേകതകൾ കൽപ്പിച്ചു. അള്ളാഹുവിലേക്ക് അടുപ്പമുള്ളവർ, മുഖറബുകൾ. എന്നിട്ട് ആ ആളുകൾ അള്ളാഹുവിന്റെ അരികിൽ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. അവർ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കും. എന്നിട്ട് നമ്മുടെ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ അരികിൽ പറഞ്ഞ് അവരാണ് നേടിത്തരിക. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ശൈഖുമാർ, മുറബ്ബിയായ ശൈഖുമാർ, അവർക്ക് കീഴ്പ്പെടുക എന്നതാണ് നമ്മുടെ ബാധ്യത. കഴിഞ്ഞ ആഴ്ച അവസാനം ഞാൻ സൂചിപ്പിച്ചത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു മയ്യത്ത് കുളിപ്പിക്കുന്നയാളുടെ മുന്നിൽ മയ്യത്ത് കിടക്കുന്നത് പോലെ നമ്മുടെ സ്ഥാനം ശൈഖിന്റെ മുന്നിൽ. ചോദിക്കാനും പറയാനും പാടില്ല, ചിന്തയില്ല. ശൈഖ് എന്താണോ പറയുന്നത് അതങ്ങനെ സ്വീകരിച്ചോളണം. മയ്യത്ത് അങ്ങനെയാണ്. അത് വലത്തോട്ട് ചരിച്ചാൽ വലത്തോട്ടിരിക്കും, ഇടത്തോട്ട് ചരിച്ചാൽ ഇടത്തോട്ടിരിക്കും, എഴുന്നേൽപ്പിച്ചിരുത്തിയാൽ ഇരിക്കും എന്നതുപോലെ ഒരു മുറബ്ബിയായ ശൈഖിന്റെ അടിമയായി നിൽക്കണം ഒരു സത്യവിശ്വാസി, ഒരു ദാസനായി നിൽക്കണം എന്നുള്ളതാണ് എല്ലാ തരീഖത്തിന്റെയും ആധാരം. അത് ഖാദരിയാണെങ്കിലും ചിസ്തിയത്താണെങ്കിലും ഷാദുലിയത്താണെങ്കിലും നഖ്ശബിയത്താണെങ്കിലും എല്ലാ തരീഖത്തുകളും അതിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു പോന്നിട്ടുള്ള മറ്റെല്ലാ തരീഖത്തുകളുടെയും ആധാരം ഇതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ അവർ മാറ്റി നിർത്തുകയും ആ സ്ഥാനത്ത് ശൈഖിനെ അവരോധിക്കുകയും റസൂലുമാർക്കുള്ളതിനേക്കാൾ വലിയ പദവി ശൈഖുമാർക്ക് നൽകുകയും ചെയ്യും എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പിഴച്ച വിശ്വാസമായി, കുഫ്റൻ വിശ്വാസമായി നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത്. അങ്ങനെ കൽപ്പിക്കപ്പെടുന്ന ശൈഖുമാർ, ആ ശൈഖുമാർ മരണപ്പെട്ടു പോയാൽ അവരുടെ മക്ബറകളെ, ശവകുടീരങ്ങളെ തേടിയാണ് ഈ സൂഫികളുടെ യാത്ര എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് പള്ളികളല്ല അവർക്ക് പ്രധാനം, ജാറങ്ങളാണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള നേർച്ചകളും പൂരങ്ങളും ഉത്സവങ്ങളും ചെണ്ടകൊട്ടും മറ്റു ഒരുപാട് ഏർപ്പാടുകളും ശൈത്വാനീയത്തിന്റെ എല്ലാം ഈ ജാറങ്ങൾ കേന്ദ്രീകരിച്ച്, ജാറ പൂജകളും ജാറ ഉത്സവങ്ങളും ഉറൂസുകളും കേന്ദ്രീകരിച്ചുണ്ടായിരിക്കും. ഉറൂസുകൾ ഇസ്ലാമിൽ 2 ഈദ് മാത്രമേ ഉള്ളൂ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. അത് പവിത്രമായ ആരാധനയാണ്, അത് തൗഹീദിന്റെ ആരാധനയാണ്. എന്നാൽ യഹൂദികൾക്കും നസറാണികൾക്കും ഖബറിടങ്ങളിലുള്ള പൂരങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്, നേർച്ചകളുണ്ട്. അത് അങ്ങനെ തന്നെ ഈ തരീഖത്ത് പ്രസ്ഥാനങ്ങളാണ് നമ്മുടെ നാട്ടിൽ മുസ്ലിം ഉമ്മത്തിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ അറിയപ്പെടുന്ന വലിയ വലിയ മുസ്ലിം പ്രസ്ഥാനങ്ങളൊക്കെ ഈ ജാറപ്പൂരങ്ങളുമായി നടക്കുന്നവരാണ്. ഇസ്ലാമുമായി അതിന് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് ഈ ഏതൊരു ഖബറിനെ കേന്ദ്രീകരിച്ചാണോ, ജാറത്തെ കേന്ദ്രീകരിച്ചാണോ ഈ ഉത്സവങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്, ആണ്ടുതോറും സംഘടിപ്പിക്കപ്പെടുന്നത്, അവിടെ മറമാടപ്പെട്ടതൊന്നുകിൽ വലിയാണെന്ന് പറയും, അല്ലെങ്കിൽ സൂഫിയായ കുത്തുബാണെന്ന് പറയും. അവർ മരണപ്പെട്ടു പോയതാണ്, പക്ഷേ അള്ളാഹുവിങ്കൽ വലിയ പദവിയുണ്ട്. നമ്മുടെ വിളികൾ അവർ കേൾക്കും, നമ്മുടെ തേട്ടങ്ങൾ അവരറിയും. അങ്ങനെ റബ്ബിന്റെ അരികിൽ അവർ ശഫാഅത്ത് ചെയ്യുമെന്ന വിശ്വാസത്തിൽ റബ്ബിനോട് മാത്രം നടത്തേണ്ട പ്രാർത്ഥനകൾ, ഇസ്തിഗാസകൾ, ഇസ്തിആനത്തുകൾ, ഇസ്തിആദത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ, ഇതൊക്കെ ഇവർ ഈ ജാറങ്ങളിൽ അതിൽ മറമാടപ്പെട്ട ബാബയിലോ ബീവിയിലോ അവർ സമർപ്പിക്കും. അവർക്ക് വേണ്ടി നേർച്ചകൾ നേരും. അങ്ങനെ ഭീമാപ്പള്ളി ഉമ്മച്ച മുതൽ ഉള്ളാള തങ്ങൾ വരെ, നമ്മുടെ ഈ പുത്തമ്പള്ളിയോരടക്കം ഇഷ്ടം പോലെ അച്ചിപ്രത്തങ്ങളടക്കമുള്ള നിരവധി ജാറങ്ങൾ എല്ലായിടത്തും ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരിവാരുന്ന ജാറങ്ങളുണ്ട്. എന്തിന്, നമ്മുടെ പരിസരത്ത് പുകയില വരെ നേർച്ചയാക്കുന്ന ജാറങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ ആനമൂത്രം നേർച്ചയാക്കുന്ന ജാറങ്ങളുണ്ട്. ഇങ്ങനെ ലോകത്തുടനീളം വികൃതമായ വിശ്വാസങ്ങൾ പവിത്രമായ ഇസ്ലാമിന്റെ പേരിൽ പുരോഹിതന്മാർ കൊണ്ടുവരികയും അത് ഇസ്ലാമിന്റെ ചിഹ്നമായി കൊണ്ടു നടക്കുന്ന ജനത ഭൂരിപക്ഷമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അള്ളാഹു ശിർക്ക് ചെയ്യുക എന്നത്, ചെയ്യപ്പെടുക എന്നത് മാപ്പ് നൽകുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, ശിർക്കിനു താഴെ വരുന്ന പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ മാപ്പ് നൽകും.
വമൻ യുശ്രിക് ബില്ലാഹ്, എന്നാൽ ആരെങ്കിലും അല്ലാഹുവിന് മാത്രം നൽകേണ്ട ആരാധനകൾ സൃഷ്ടികൾക്ക് സമർപ്പിച്ച് ശിർക്ക് ചെയ്താൽ ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമാ, ഏറ്റവും ഗുരുതരമായ തിന്മയാണ് അവൻ കെട്ടിച്ചമച്ചുണ്ടാക്കിയിരിക്കുന്നത് എന്ന് സൂറത്തു നിസായിലെ 48-ാമത്തെ ആയത്തിൽ കാണാം. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബിയുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, കുന്തു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ, ഞാൻ ഒരിക്കൽ നബിയുടെ പിറകിലാണ്. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, യാ ഗുലാം, മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാക്യങ്ങൾ പഠിപ്പിച്ചു തരാം. എന്തൊക്കെയാണ്? ഇഹ്ഫദില്ലാഹ യഹ്ഫദ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹു നിന്നെ സംരക്ഷിച്ചുകൊള്ളും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ നിനക്ക് നിന്റെ മുന്നിൽ അല്ലാഹുവിനെ കണ്ടെത്താം. ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, ചോദിച്ചാൽ നീ റബ്ബിനോട് ചോദിക്കണം, അല്ലാഹുവോട് ചോദിക്കണം. സഹായം തേടിയാൽ നീ അല്ലാഹുവോട് മാത്രം സഹായം തേടണം. വഅലം, നീ മനസ്സിലാക്കണം, അന്നൽ ഉമ്മത ലബിജ്തമഅത അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു ലക്. ഈ ജനത മുഴുവൻ നിനക്കൊരു ഗുണം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയാലും അള്ളാഹു നിനക്ക് വിധിച്ചതല്ലാതെ, രേഖപ്പെടുത്തിയതല്ലാതെ ഒരു തരിമ്പ് പോലും ഗുണം ചെയ്യാൻ ലോകത്താർക്കും സാധ്യമല്ല. ലോകത്തുള്ള എല്ലാവരും നിന്നെ ദ്രോഹിക്കാൻ, നിനക്കൊരു സങ്കടം തരാൻ, ഒരു വിഷമം തരാൻ ഒരുങ്ങിയാൽ, ഒരുമിച്ച് കൂടിയാൽ, ലം യളുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്, നിനക്ക് ഏതൊരു വിഷമം, ദുഃഖമുണ്ടാകണമെന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടോ ആ ദുഃഖമല്ലാതെ മറ്റൊരു ദുഃഖവും ലോകം മുഴുവൻ ഒരുമിച്ച് കൂടിയാലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അള്ളാഹു അല്ലാതെ ഗുണം നൽകാനോ അള്ളാഹു അല്ലാതെ നമുക്ക് ദോഷം വിധിക്കാനോ മറ്റാരുമില്ല. അതുകൊണ്ട് ഗുണം പ്രതീക്ഷിച്ചും ദോഷങ്ങൾ ഭയന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആശിച്ചും അള്ളാഹു അല്ലാതെ സൃഷ്ടികളെ സമീപിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ വിധി പൂർത്തീകരിക്കപ്പെട്ടു. റുഫിയത്തിൽ അഖലാം വജഫത്തി സുഹുഫ്, പേനകൾ ഉയർത്തപ്പെട്ടു, ആ വിധികൾ എഴുതിയിരിക്കുന്ന ഏടുകളാണെങ്കിൽ ഉണങ്ങുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചു. മരണത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ 5 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസ്താവന സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഇന്നമൻ കാന ഖബലകും കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം മസാജിദ, നിങ്ങളുടെ മുമ്പുള്ളവർ നബിമാരുടെ ഖബറുകൾ മസ്ജിദുകളായി ഉണ്ടാക്കിയവരാണ്. അലാ, അറിഞ്ഞോളൂ, ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, ഖബറുകളെ നിങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളായി സ്വീകരിക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, തീർച്ചയായും അക്കാര്യം ഞാൻ നിങ്ങൾക്ക് വിലക്കുന്നു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അതേപോലെ അതേ അവസാന നാളുകളിൽ അദ്ദേഹം നൽകിയ താക്കീതുകളിൽ ഇപ്രകാരം കാണാം. സ്വഹീഹ് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, ഇന്ന മിൻ ശിറാരിൻ നാസി മൻ തുദ്രികുഹുമുസ് സാഅതു വഹും അഹ്യാ, അതായത് അന്തിമനാൾ ആസന്നമാകുന്ന സമയത്ത് തീർച്ചയായും ജനങ്ങളിൽ ദുഷിച്ചവരുണ്ടാകും. നബിയുടെ ഒരു പ്രവചനമാണ്, വല്ലദീന യത്തഖിദൂനൽ ഖുബൂറ മസാജിദ, ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങൾ, ആരാധനകൾക്ക് വേണ്ടി ഖബറിനെ കേന്ദ്രമാക്കുന്ന ആളുകൾ ആരാണോ, ജാറങ്ങളെ കേന്ദ്രമാക്കുന്നത് ആരാണോ, ഇത് ലോകാന്ത്യത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ബിദായ വന്നിഹായിൽ പറഞ്ഞു, വാസ്ലു ഇബാദത്തിൽ അസ്നാമി മിനൽ മുഗാലാത്തി ഫിൽ ഖുബൂരി വഅസ്ഹാബിഹാ, വിഗ്രഹാരാധനയുടെ ആധാരം എന്ന് പറയുന്നത് ഖബറുകളിലും ഖബറിന്റെ ആളുകളിലും അതിരുവിടുക എന്നതാണ്. വഖദ് അമറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതസ്വിയത്തിൽ ഖുബൂരി വതംസിഹാ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ നിരപ്പാക്കാനും കെട്ടിപ്പൊക്കിയത് തുടച്ചു നീക്കാനും കൽപ്പിച്ചത്. വൽ മുഗാലാത്തു ഫിൽ ബശരി ഹറാം, വ്യക്തികളുടെ കാര്യത്തിൽ അതിരുവിടുന്നത് അത് ഹറാമാണ് എന്ന് ബിദായ വന്നിഹായുടെ 14:172 ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ചത് കാണാം. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ജീവചരിത്രം രേഖപ്പെടുത്തുന്നിടത്ത് സഹാവി ശംസുദ്ദീൻ സഹാവി അദ്ദേഹം പറയുന്നു, അതായത് ഈജിപ്തിലെ നഫീസത്തുൽ മിസ്രിയയുടെ ഖബറിങ്കൽ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും സിയാറത്തിന് വേണ്ടി വരുന്ന മുസ്ലിങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു. എന്താണ് ഇബ്നു ഹജർ പറഞ്ഞത്? വമാ സാല ഖബ്റുഹാ മഖ്സൂദൻ ബിസിയാറത്തി വത്തബറുകി ബിഹി, ഇന്ന് നഫീസത്തുൽ മിസ്രിയയുടെ ഖബർ അത് സിയാറത്തിന്റെയും ബറക്കത്തെടുക്കുന്നതിന്റെയും ഒരു ലക്ഷ്യസ്ഥാനമായി മാറിയിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ ഹത്തസ്തഹറ അൻ നഖ്ലി ബഅദിൽ ഉലമാഇ അന്നൽ മിസ്രിയീന കാനു യുസമ്മൂന അദ്ദുആ ഇൻദഹാ അത്തരിയാഖൽ മുജറബ, എത്രത്തോളം എന്നാൽ അവിടെ സിയാറത്തിന് വരുന്ന ആളുകളിൽ അതിനെക്കുറിച്ച് ചില പണ്ഡിതന്മാരുടെ അരികിൽ നിന്ന് ഇങ്ങനെ ചില റിപ്പോർട്ടുകൾ പ്രസിദ്ധമായി വന്നിട്ടുണ്ട്. അതായത് നഫീസത്തുൽ മിസ്രിയയുടെ ഖബറിന്റെ അരികിൽ ചെന്ന് ദുആ ചെയ്താൽ അതിന് ഫലം കിട്ടുമെന്നുറപ്പാണ്. അത്തരിയാഖൽ മുജറബ്,
പരീക്ഷിച്ചു ബലം കണ്ട ദുആ ഏത്? നഫീസത്തുൽ മിസ്രിയുടെ ഖബറിന്റെ അരികിൽ ചെന്ന് എന്തു ചോദിച്ചാലും അത് കിട്ടുമെന്നുറപ്പാണ്. തരിയാഖുൽ മുജറബാണ്. അത് എന്നുവരെ ചില പണ്ഡിതന്മാർ തന്നെ പറയാൻ മാത്രം അവിടെ ഇത് വ്യാപകമായി പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, വഖദ് ഗലാ ഫീ ദാലിക ബഅദുൽ അവാം. പൊതുജനങ്ങൾ ആ വിഷയത്തിൽ അതിരുവിട്ടുപോയി. ബൽകുല്ലുഹും, ഏതാനും പൊതുജനങ്ങളല്ല, ഏതാണ്ട് എല്ലാവരും, മറിച്ച് എല്ലാവരും തന്നെ അതിര് വിട്ടുപോയിട്ടുണ്ട്. ഹത്താ ഇന്ന ബഅദഹും യഖഉ ഫിൽ കുഫ്രി വഹുവ ലാ യശ്ഉർ. കാര്യമൊന്നും തങ്ങൾ അറിയുന്നില്ല, അവർ ശിർക്കിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്, കുഫറിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് അവിടെ വരുന്ന ഭൂരിപക്ഷവും അറിയുന്നില്ല. നഫീസത്തുൽ മിസ്രിയുടെ ഖബറിന്റെ അരികിൽ വന്ന് അവരോട് ദുആ ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ ഖബറിന്റെ അരികിൽ വെച്ച് റബ്ബിനോട് ദുആ ചെയ്താൽ, ഇത് രണ്ടാണെങ്കിലും ഒന്ന് പ്രത്യക്ഷമായ ശിർക്കാണ്, ഒന്ന് ശിർക്കിലേക്ക് നയിക്കുന്ന ഹറാമുമാണ്. രണ്ടാണെങ്കിലും ശരി, നഫീസത്തുൽ മിസ്രിയോട് തേടിയാലും നഫീസത്തുൽ മിസ്രിയുടെ ഖബറിന്റെ അരികിൽ ബറക്കത്ത് കിട്ടുമെന്ന ലക്ഷ്യത്തോടെ റബ്ബിനോട് തേടാൻ വേണ്ടി അവിടെ ചെന്നിരുന്നാൽ ഇത് രണ്ടും അതിരുവിട്ട നടപടിയാണ് എന്നും പലരും കുഫറിൽ പതിച്ചുപോയി. എന്നാൽ തങ്ങൾ കുഫറിലാണ് എന്ന് ഈ ജാറങ്ങളിൽ വരുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല. വല്ലാഹുൽ മുസ്തആൻ, സഹായം തേടപ്പെടേണ്ടവൻ അല്ലാഹു മാത്രം എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി അൽ ജവാഹിറു വദ്ദുററു ഫീ തർജിമത്തി ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ എന്ന കൃതിയിൽ ശംസുദ്ദീൻ സഹാബി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ മഖ്ബറകളിലേക്ക് എന്തുകൊണ്ട് ഇവർ തീർത്ഥാടനം നടത്തുന്നു? അതിനൊരു രഹസ്യമുണ്ട്. അതിനുവേണ്ടി യഹൂദ ക്രൈസ്തവരുടെ ആധാരങ്ങളിൽ മാത്രം കാണുന്ന, പിന്നീട് പഴയ പുരാണമായ ഗ്രീക്ക് വിശ്വാസങ്ങളിൽ മാത്രം പ്രത്യക്ഷമായിട്ടുള്ള വിചിത്രമായ ചില വിശ്വാസങ്ങളുണ്ട് മഹത്തുക്കളെ സംബന്ധിച്ച്. അതായത് ആരാധിക്കപ്പെടുന്ന മഖ്ബറകളെ കേന്ദ്രീകരിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ അഹ്ലി കിതാബ് പൂർവ്വകാലത്ത് ചില സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഈ സൂഫികൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഈ സൂഫികളുടെ പൊതുവായ ഒരു സ്വഭാവം നബിമാരെക്കാൾ പദവിയും സ്ഥാനവും ഉള്ളത് ഈ വലിയുമാർക്കാണ് എന്നതാണ് അവരുടെ വിശ്വാസം. ചില വലിയുമാർക്ക് അവർ അള്ളാഹുവിന് തുല്യമായ സ്ഥാനങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. ചില വലിയുമാർക്ക് അവർ അള്ളാഹുവിന്റെ ചില സിഫത്തുകൾ വകവെച്ചു കൊടുത്തു. ചില വലിയുമാരെ കുറിച്ച് അള്ളാഹു സൃഷ്ടിക്കുന്നത് പോലെ സൃഷ്ടിക്കുമെന്ന് വിശ്വസിച്ചു. അള്ളാഹു റിസ്ക് നൽകുന്നത് പോലെ റിസ്ക് നൽകും, മഴ നൽകുമെന്ന് വിശ്വസിച്ചു. ചില വലിയുമാർക്ക് ജീവൻ നൽകാനും മരണം നൽകാനും കഴിയുമെന്നവർ വിശ്വസിച്ചു. മറ്റു ചില വലിയുമാരെ കുറിച്ച് അവരാണ് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് എന്നവർ വിശ്വസിച്ചു. ഇങ്ങനെ ഈ മഖ്ബറകളിൽ മറമാടപ്പെടുന്ന ഔലിയാക്കളെ കുറിച്ച് ബഹുജനങ്ങൾക്കിടയിൽ പിഴച്ച വിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിക്കുക എന്നതാണ് പൗരോഹിത്യം ആദ്യം ചെയ്യുന്നത്. അതിന് കഥകൾ പറയാനായിട്ട് കുറെ എണ്ണം വരും. കുറെ മുസ്ലിയാക്കന്മാർ, കുറെ പുരോഹിതന്മാർ കഥകൾ പറയാനാണ് അവരുടെ ജോലി. മായാവി കഥകൾ പറയുക. ആരെക്കുറിച്ച്? ഔലിയാക്കളെ കുറിച്ച്, മഹാന്മാരെ കുറിച്ച്, മഖ്ബറകളെ കുറിച്ച്. എന്നിട്ട് ആ മഖ്ബറകളിലേക്ക് ബഹുജനങ്ങളെ ആകർഷിക്കുക. കോടികൾ വരുമാനമുണ്ടാക്കാൻ എന്ത് കള്ളവും പ്രചരിപ്പിക്കാൻ അവർക്ക് മടിയില്ല. നിങ്ങൾക്കറിയാമോ, ഈ പൊന്നാനിയിൽ നിന്ന് മൊഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദർ ജീലാനിയെ വാഴ്ത്താൻ വേണ്ടി പിന്നെ പുതിയ മൊഹീദ്ദീൻമാരെ രചിച്ചപ്പോൾ അതിൽ പറയുന്ന കഥകൾ വളരെ ഗുരുതരമായ കഥകളാണ് ഈ ഔലിയാക്കളെ കുറിച്ച്. അബ്ദുൽ ഖാദർ ജീലാനി അയാളുടെ ഒരു മുരീദിനെ മുൻകർണക്കീർ അടിക്കാനൊരുങ്ങിയപ്പോൾ ആ അടി മുരീദിന് കൊണ്ടില്ല. ഷെയ്ഖിന്റെ മുരീദായതുകൊണ്ട് ആ വടി പിടിച്ചു വെച്ചു എന്നാണ് കഥ. അതേപോലെ തന്നെ മറ്റൊരുപാട് അദ്ദേഹത്തിന്റെ മുരീദുമാരെ ശിക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത്, ആത്മാവുകൾ അവരെ മരിപ്പിക്കുന്ന സമയത്ത് മുരീദിന് മരിക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് മരിപ്പിക്കാൻ വന്ന മലക്കുൽ മൗത്തിനോട് കയർക്കുകയും എന്നിട്ട് ആത്മാവുകളെ മോചിപ്പിച്ച് ശരീരങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു എന്ന കള്ളക്കഥ നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, എന്തെല്ലാം തരത്തിലുള്ള കഥകളാണ് എന്നറിയാമോ? അബ്ദുൽ ഖാദർ ജീലാനിയുടെ പോരിശ പറയുന്ന കഥകളിൽ ഇങ്ങനെ കാണാം. ഒരാൾ തന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയതിൽ അങ്ങേയറ്റം ദുഃഖിച്ചു. ഷെയ്ഖേ, ഞാൻ അങ്ങയുടെ മുരീദാണ്, എന്റെ ഉമ്മയും ഉപ്പയും മരിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈസാ നബി മരണപ്പെട്ടു പോയവരെ ജീവിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈസാ നബിയുടെ പദവിയും അതേപോലെ തന്നെ സ്ഥാനവുമെല്ലാമുള്ള അമ്പിയാക്കൾ മുഅ്ജിസത്ത് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഔലിയാക്കൾക്ക് കറാമത്ത് കൊണ്ടും ചെയ്യാൻ കഴിയുന്നതല്ലേ? അങ്ങ് വലിയ വലിയല്ലേ, വലിയുമാരുടെ ഖുതുബല്ലേ? അതുകൊണ്ട് എന്റെ മാതാപിതാക്കളെ ജീവിപ്പിക്കണം, അങ്ങയുടെ അങ്ങേയറ്റത്തെ മുരീദാണ് എന്ന് പറഞ്ഞപ്പോൾ മുരീദിന്റെ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി ആ മാതാപിതാക്കളുടെ മഖ്ബറകളുടെ പരിസരത്ത് ചെല്ലുകയും എന്നിട്ട് ഖുംബി ഇതിനി, എന്റെ ഉത്തരവ് കൊണ്ട് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ എഴുന്നേറ്റു എന്നാണ് അബ്ദുൽ ഖാദർ ജീലാനിയെ കുറിച്ചുള്ള കഥ. കഥ പറഞ്ഞാൽ അതിനെ നേരണ്ടാവുള്ളൂ, കള്ളക്കഥയല്ല, ഇഷ്ടം പോലെ പറയാലോ. ഇത് അതിന്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഈസാ നബി അലൈഹിസ്സലാം മണ്ണിന്റെ രൂപമുണ്ടാക്കിയിട്ടുള്ളൂ, ജീവൻ കൊടുത്തിട്ടില്ല. നേരെ മറിച്ച് മണ്ണിന്റെ രൂപമുണ്ടാക്കാൻ മനുഷ്യർക്ക് കഴിയുമല്ലോ, ഒരു കിളിയുടെ രൂപമുണ്ടാക്കാൻ മണ്ണുകൊണ്ട്. അങ്ങനെ മണ്ണുകൊണ്ട് ഒരു കിളിയുടെ രൂപമുണ്ടാക്കി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഊതി, അള്ളാഹുവിന്റെ ഇതിനോടുകൂടി അത് ജീവനോടെ പറന്നുപോയി എന്നുള്ളതാണ്.
അല്ലാതെ ഈസാ നബി ഒരിക്കലും എന്റെ ഇതിന് കൊണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, റബ്ബിന്റെ ഇതിന് കൊണ്ട്. എന്നാൽ അബ്ദുൽ ഖാദർ ജീലാനി പറയുന്നത് ഖും ബി ഇതിനി, എന്റെ ഇതിന് കൊണ്ട് എഴുന്നേൽക്കൂ ശവമേ എന്നാണ്. അങ്ങനെയാണ് ഒരു ശവം എഴുന്നേറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഈ കോഴിയുടെ മുള്ളോട് ആകെന്ന് ചൊല്ലുകില്ല, അതെന്താണ് കൂകിപ്പറക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചത്ത് ഒടുങ്ങിയ ഒരു കോഴി അതിന്റെ എല്ലെടുത്തിട്ട് ഊതിയിട്ട് പറക്കാൻ പറഞ്ഞാൽ പറപ്പിക്കാൻ അബ്ദുൽ ഖാദർ ജീലാനിക്ക് കഴിയുമായിരുന്നത്രേ. ഞാൻ വിചാരിച്ചതൊക്കെ പൊട്ടക്കഥയായിട്ട് ജനങ്ങൾ തള്ളിക്കളയുമെന്നാണ്. അല്ല, ഈ വിശ്വാസവുമായി ജാറങ്ങളിൽ ആയിരങ്ങൾ നിക്ഷേപിക്കാൻ ഓടിയെത്തുന്ന ആണിനെയും പെണ്ണിനെയും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിയാക്കന്മാരെയുമാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മതം ഒരു ബിസിനസ്സായി മാറി. ഏറ്റവും വലിയ ലാഭമുണ്ടാക്കാവുന്ന ബിസിനസ് അത് ജാറ ബിസിനസ്സായി മാറി. മുസ്ലിം ഉമ്മത്ത് ഈമാനിന്റെ കണിക ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ജാറം ഇസ്ലാമിന്റേതല്ലെന്നും അത് യഹൂദിയത്താണ് എന്നും ജനങ്ങളെ തെളിവ് നിരത്തി ബോധ്യപ്പെടുത്തേണ്ടത് നിർബന്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ആരാണ് ഈ ജാറങ്ങളിൽ ഉള്ളത്? നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഔലിയാക്കൾ വിളിച്ചു പ്രാർത്ഥിക്കുക, ഏറ്റവും വലിയ ഔലിയാ പിന്നെ സ്വഹാബിമാരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ സ്വഹാബിമാരെ അബൂബക്കർ സിദ്ദീഖെ രക്ഷിക്കണേ, ഉമർ ഇബ്നു ഖത്താബെ കാക്കണേ എന്ന് വിളിക്കുന്ന ആരെയും നമ്മൾ കണ്ടിട്ടില്ല. അവർ വലിയാണെന്ന് നമുക്ക് ഉറപ്പാണ്. എന്നിട്ട് പോലും അവരെ വിളിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ വിളിക്കുന്നത് അബ്ദുൽ ഖാദർ ജീലാനിയാണ്. മനമ്പത്തടിഞ്ഞ ബീവിയാണ്. ഊരേതാണ്, ജാതി ഏതാണ്, പേരേതാണ് എന്നറിയാത്ത ബീവിമാരെയാണ് വലിയ പ്രസിദ്ധിയുള്ള വലിയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് കാണണം. മനസ്സിലായില്ലേ? അപ്പൊ ഔലിയാക്കന്മാരെ പരിശോധിച്ചാൽ സ്വഹാബികൾക്ക് ജാറങ്ങളില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജാറമില്ല. ഇത് വലിയാണോ മുസ്ലിമാണോ എന്ന് പോലും ഉറപ്പിക്കാൻ ചില ജാറങ്ങളൊക്കെ ചെന്നാൽ മനുഷ്യനാണോ എന്ന് പോലും ഉറപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതല്ല. ജാറത്തിന്റെ ആളുകൾ, അതിന്റെ തരീക്കത്തിന്റെ ആളുകൾ പരസ്പരം മത്സരിക്കുമ്പോൾ ഒരു തരീക്കത്തുകാരൻ മറ്റേ തരീക്കത്തുകാരന്റെ പ്രസിദ്ധമായ ജാറത്തെക്കുറിച്ചും നമ്മുടെ കേരളക്കരയിലെ ഈ അവരുടെ സൂഫികളുടെ പ്രസിദ്ധീകരണം എഴുതി വെച്ചു. അവർ കാര്യമായി എല്ലാ വർഷത്തിലും ആണ്ടുറൂസ് നടത്തുന്ന ജാറമുണ്ടല്ലോ, ആ ജാറത്തിൽ വലിയല്ല ഉള്ളത്, അടിച്ചു കൊന്നു കുഴിച്ചിട്ട പട്ടിക്കുട്ടിയാണുള്ളത്. പരസ്പരം ആരോപിക്കാൻ നമ്മളെ വക കള്ളം പറയേണ്ട കാര്യമില്ല. അവർ തന്നെ ആക്ഷേപിക്കാൻ. ഇനി അവിടെ വലിയ തന്നെയാണെന്ന് വിചാരിക്കുക. എന്നാൽ പൂജ നടത്താൻ പറ്റുമോ? അവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവർക്ക് വേണ്ടി നേർച്ച നേരാൻ പറ്റുമോ? അതൊക്കെ ഇബാദത്താണ്. ഇബാദത്തുകൾ മുഴുവൻ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കൂ എന്നാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നിരന്തരമായും നിർബന്ധമായും എല്ലാ റക്അത്തുകളിലൂടെയും ആവർത്തിക്കുന്ന ഈ ഒരു പ്രഖ്യാപനം പുലർത്തണമെന്ന് ബഹുജനങ്ങളെ പഠിപ്പിക്കേണ്ട മുസ്ലിയാക്കന്മാരാണ് ഈ ശിർക്കിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ സൂഫികൾ എന്താ ചെയ്യുന്നത്? തരീഖത്ത് പ്രസ്ഥാനക്കാരെന്താ ചെയ്യുന്നത്? തരീഖത്തിനെ അവലംബിക്കുന്ന സംഘടനകളൊക്കെ എന്താ ചെയ്യുന്നത്? അക്രമികളായവർ, നീചന്മാരായവർ, അല്ലെങ്കിൽ മാനസിക രോഗികൾ, റമദാനിൽ നോമ്പെടുക്കാത്തവർ, അത്തരം ആളുകളെ ഔലിയായി വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? തമിഴ്നാട്ടിൽ പണ്ടൊരു MLA ഉണ്ടായിരുന്നു, പീർ മുഹമ്മദ് സാഹിബ് എന്ന പേര് കേട്ട് കാണും, പ്രസിദ്ധനാണ്. അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ പറയുന്ന ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാം? അദ്ദേഹം പറയും, ഞാൻ ചില ഗ്രാമങ്ങളിൽ ചെല്ലും, ചില പള്ളികളുടെ ശോചനീയാവസ്ഥ കാണും. അതായത് പരിപാലനം ചെയ്യാൻ കഴിയില്ല, നല്ലൊരു പായ വാങ്ങിക്കാൻ അവർക്ക് സാധ്യമല്ല. പഴയ കാലത്തെ കഥയാണ്, 10-60 കൊല്ലം മുമ്പത്തെ വിശേഷമാണ്. അപ്പൊ എന്താണ്, അദ്ദേഹം ചില പള്ളികളിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് അവിടുത്തെ കമ്മിറ്റിക്കാർ പറയും, എവിടെങ്കിലും വളരെ പ്രായം ചെന്ന് താടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് അങ്ങാടിയിലെങ്ങാനും തെരുവിലെങ്ങാനും കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടാൽ നിങ്ങൾ ഞങ്ങൾക്കൊന്ന് എത്തിച്ചേരണം, ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം. എന്തിനാ? എന്നിട്ട് ആ പള്ളിയുടെ മുന്നിൽ വെച്ച് അയാൾ മരിക്കണം, എന്നിട്ട് അയാളെ ജാറുണ്ടാക്കണം. ഏതോ ഒരുത്തൻ. അങ്ങനെയാണ് ഓച്ചിറ കുപ്പസ്വാമിയുടെ ഓച്ചിറ ഉപ്പാപ്പയായി മാറിയത്. ഇത് പരസ്യമായി നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടതാണ് ഓച്ചിറയിലുള്ളത്. ഇതൊരു പുതിയ സംഗതിയല്ല. തമിഴ്നാട്ടിലെ അറിയപ്പെട്ട മിക്ക ജാറങ്ങളുടെയും കഥ ഇതാണ് എന്ന് തൗഹീദിന്റെ വെളിച്ചം ഹൃദയത്തിലുണ്ടായിരുന്ന പീർ മുഹമ്മദ് MLA എന്ന ഒരു വ്യക്തി പണ്ട് പറയാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് ഇന്നത്തെ ജാറങ്ങളുടെ ഒക്കെ കഥ. അപ്പൊ എന്താണ്, ഏതെങ്കിലും ഒരു ഉപ്പാപ്പ, ഒരു ഉമ്മാമ അവരെ കിട്ടിയാൽ അവസാന കാലത്ത് എന്തെങ്കിലും വികൃതമായ ഒരു രീതിയിൽ ജനങ്ങൾ കണ്ടാൽ, സാധാരണ മനുഷ്യരുടേതല്ലാത്ത എന്തെങ്കിലും ലക്ഷണങ്ങളോ സ്വഭാവങ്ങളോ ഒക്കെ കണ്ടാൽ സ്വാഭാവികമായിട്ടും അവരെ വലിയാണെന്ന് പ്രചരിപ്പിക്കാൻ എളുപ്പമാണ്, പാമരന്മാരത് വിശ്വസിക്കാനും എളുപ്പമാണ്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിൽ ഡിഗ്രികളുള്ള പാമരന്മാരുണ്ട്, അറബിക് കോളേജിൽ വലിയ ഡിഗ്രികളുള്ള പാമരന്മാരുണ്ട്. അവർ വരെ വിശ്വസിക്കുന്നു ഇത്, അല്ലേ? ബോംബെയിൽ നിന്ന് ഏതോ ഒരു പെണ്ണിന്റെ മുടി മുറിച്ചു കൊണ്ടുവന്ന അത് റസൂലിന്റെ മുടിയാണ് എന്നൊരു കള്ളൻ പറഞ്ഞാൽ അത് നബിയുടെ മുടിയാണ് എന്ന് കരുതി ആ മുടിയിട്ട വെള്ളം കുടിക്കാൻ ക്യൂ നിൽക്കുന്നത് വലിയ വലിയ ഡിഗ്രികളുള്ള ആളുകളാണ്. എന്ത് വിവരമാണ് ഇവർക്കുള്ളത്? എന്ത് വിവരമാണ് ഇവർക്കുള്ളത്? ഇവരെ ബുദ്ധിയുള്ളവരെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ കേരളക്കരയിൽ നമ്മുടെ മൂക്കിൻ തുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമാണിത്. ഇത് ഇസ്ലാമല്ലെന്നും ഇത് വികൃതമായ മതമാണെന്നും ഇത് യഹൂദ ക്രൈസ്തവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന ഏർപ്പാടാണ് എന്നും നമ്മൾ നന്നായി മനസ്സിലാക്കണം.
ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ വിശ്വാസങ്ങളുണ്ട്. വിലായത്തിന് അവർ പദവികൾ നിശ്ചയിച്ചു. ചില ആളുകളെ കുറിച്ച് ഏറ്റവും മുകളിലുള്ള ആരെ അവർ ഗൗസ് എന്ന് വിളിക്കും. അതിന് താഴെയുള്ള 4 വലിയമാരെ അവർ കുത്തുബുകൾ എന്ന് പറയും. അതിന് താഴെയുള്ള 40 ആളുകളെ അവർ അബ്ദാൽ എന്ന് വിളിക്കും. അതിന് താഴെയുള്ള ദശക്കണക്കിന് ആളുകളെ അവർ നുജബ എന്ന് വിളിക്കും. ഇങ്ങനെ ഔലിയാക്കന്മാർക്ക് പദവികൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ഔലിയാ, നുജബ, അതേപോലെ അബ്ദാല്, അഖ്താബ്, ഗൗസി എന്നിങ്ങനെ. ഇങ്ങനെ ഔലിയാക്കന്മാരുടെ ഒരു സമാന്തര ഭരണമാണ് ലോകത്ത് നടക്കുന്നത്. ഞാൻ ഈ പുത്തനത്താണിയിൽ വെച്ച് ഒരു വലിയ ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്ന നേരിട്ടെന്റെ കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഇവിടുത്തെ പ്രധാനമന്ത്രിയല്ല, അതേപോലെ തന്നെ കേരളം ഭരിക്കുന്ന ഇവിടുത്തെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ചേർന്നിട്ടല്ല. നേരെ മറിച്ച് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് അജ്മീറിലെ ഇബ്രാഹിം ബാദുഷയാണ്. കേരളമാകട്ടെ അത് ഓരോ ഏരിയയിലും ഓരോരുത്തർ പുത്തമ്പള്ളി ഓരുണ്ട്, CM ഉണ്ട്, വേങ്ങര കോയപ്പാപ്പയുണ്ട്. ഇങ്ങനെ ഓരോ ഏരിയയും ഓരോരുത്തരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണാധികാരികൾ വ്യക്തമായ പാർലമെന്റ് കൂടുന്ന സമ്മേളനങ്ങൾ കൂടുന്ന ഏരിയ ഓരോ ദിവസവും രാത്രി സമയത്ത് രാത്രിയുടെ ഓരോ ഏരിയകൾ ഉണ്ടാകും. ആ ഔലിയാക്കളുമായി വലിയ ബന്ധമുള്ള ജീവിച്ചിരിപ്പുള്ള ആളുകൾ ആ ഏരിയ നമുക്ക് ചൂണ്ടിക്കാട്ടിത്തരും. നിങ്ങൾക്കറിയാമോ, ഇവിടെയുള്ള ഈ മുസ്ലിയാക്കന്മാരുടെ വലിയൊരു പ്രസിദ്ധീകരണത്തിൽ ഓരോ ദിവസവും ഔലിയാക്കന്മാരെ സമ്മേളനം നടത്തുന്ന ദിശ ഈ ജ്യോത്സ്യം രേഖപ്പെടുത്തുന്ന പോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കിഴക്ക് പടിഞ്ഞാറ്, ഇന്ന കിഴക്ക് ഭാഗത്ത് കിഴക്ക് തെക്ക്, വടക്ക് പടിഞ്ഞാറ്, ഇന്ന ഭാഗത്ത് ഇന്ന ദിശയിലാണ് ഇന്നത്തെ സമ്മേളനം, അടുത്ത ആഴ്ച സമ്മേളനം അവിടെ. എന്തിനാ? അന്നത്തെ ദിവസം അങ്ങോട്ട് തിരിഞ്ഞ് ദുആ ചെയ്താൽ കൂടുതൽ ഫലം കിട്ടും. എന്നിട്ട് ആകാശലോകത്ത് സന്ധ്യാസമയത്ത് ഔലിയാക്കൾ സംഗമിക്കുന്ന നേരത്ത് മുസ്ലിയാക്കന്മാരുടെ നേതൃത്വത്തിൽ പള്ളിയിൽ ചെന്നിരുന്ന് ഖുതുബിയത്ത് നടത്തും. അള്ളാഹുവെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ ഉണ്ടാക്കിയ പള്ളികളിൽ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, എന്നിട്ട് ആ ദിശ തിരിഞ്ഞിട്ട് നിൽക്കാൻ പറയും. മുസ്ലിയാർ ദുആ ചെയ്തു കൊടുക്കും. തനിച്ച ശിർക്കിന്റെ കേന്ദ്രങ്ങളായി നമ്മുടെ നാട്ടിൽ ഒരുപാട് അള്ളാഹുവിന്റെ പേരിലുള്ള പള്ളികളുണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് നിലനിൽക്കുന്നു? നാട്ടുകാർ മൗനികളാണ്, സാധാരണക്കാർ മിണ്ടുന്നില്ല. നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിൽ ഇസ്ലാമിന് നിരക്കാത്ത വിശ്വാസം കണ്ടാൽ അത് ചോദ്യം ചെയ്യാൻ നാവ് പൊങ്ങുന്നില്ല. അതിനുള്ള അറിവ് നമുക്കില്ല. തൗഹീദ് നന്നായി പഠിച്ചേ മനസ്സിലാകൂ, ശിർക്കിനെ വ്യക്തമാക്കിയേ മനസ്സിലാകൂ. പള്ളി അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ പള്ളിയിൽ തന്നിഷ്ടം നടപ്പാക്കാനും ബിസിനസ് നടത്താനും പുരോഹിതന്മാരെ അനുവദിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് പ്രാമാണികമായി അവരെ നേരിടേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവരിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളെന്ന് ഞാൻ പറഞ്ഞു. ഈ തീജാനി തരീഖത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഔലിയാക്കളിൽ അവർ പഠിപ്പിക്കുന്ന പ്രത്യേക ദിക്റുകൾ ചൊല്ലിയാൽ സ്വപ്നത്തിലല്ല, ജഡമായി നേരിൽ തന്നെ മുഹമ്മദ് നബിയൊക്കെ കാണാൻ സാധിക്കും. അന്നേരം നിങ്ങളുടെ എന്താവശ്യം പറഞ്ഞാലും, മകളെ കല്യാണമാണെങ്കിലും കച്ചവടത്തിന്റെ പുരോഗതിയാണെങ്കിലും അത് നടക്കുമെന്ന് ഉറപ്പാണ്. എന്നിട്ട് മുഹമ്മദ് നബിയെ നേരിൽ കാണാനുള്ള ദിക്റുകൾ തീജാനി തരീഖത്തിലുണ്ട്. ഓരോ തരീഖത്തുകാർക്കും ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. കള്ളം, വ്യാജം, കുഫറിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ ഇബ്ലീസ് ഉണ്ടാക്കിയിരിക്കുന്ന ഏർപ്പാടുകൾ, അഹ്ലി കിതാബിനെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുന്ന പുരോഹിതന്മാർ, ഇവർ ഇന്ന് ഈ മുസ്ലിം ഉമ്മത്തിനെ നരകത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് അവർക്കെതിരെ വിരൽ ചൂണ്ടേണ്ടത്? കേവലം പൊതുപ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ആയി മുന്നോട്ട് പോയാൽ അതാണ്, അല്ലെങ്കിൽ കുറച്ച് തീവ്രവാദവുമായി മുന്നോട്ട് പോയാൽ അതാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ബാധ്യത എന്ന് കരുതുമ്പോൾ മുസ്ലിം ഉമ്മത്ത് സ്വയമായി കാഫിർ ഉമ്മത്തായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള നീചന്മാരായ ആളുകൾ ഔലിയാക്കളായി വാഴ്ത്തപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. സൃഷ്ടികൾ ഓരോ മേഖലകളും നിയന്ത്രിക്കാൻ അള്ളാഹു ഔലിയാക്കളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. പറഞ്ഞതിന് ചുരുക്കം ഇതാണ്: 4 ഔലിയാക്കൾ ലോകത്തിന്റെ 4 ദിക്കുകൾ, കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക്, ഇങ്ങനെ 4 ദിക്കിൽ നിന്നായി അതിനെ ഈ ലോകത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം. അവരെയാണ് അവർ ഔത്താദ് എന്ന് പറയും. ഔലിയാക്കന്മാരുടെ ഡിഗ്രിയാണ് വത്യതുകൾ. ഈ 7 ഔലിയാക്കൾ 7 വൻകർ 7 ഭൂഖണ്ഡങ്ങളിൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന നേതൃത്വം കൊടുക്കുന്നത് 7 പ്രത്യേക ഔലിയാക്കളാണ്. അവർ അബ്ദാലുകൾ എന്നറിയപ്പെടും. അതിലൊരാൾ മരിച്ചുപോയാൽ മറ്റൊരാളെ പകരം കൊണ്ടുവരും. അതുകൊണ്ട് അബ്ദാൽ എന്ന് അവരെ കുറിച്ച് പറയും എന്നത്രേ. അതേപോലെ തന്നെ ഓരോ ഭൂഖണ്ഡത്തിലും വേറെ ചില ഔലിയാക്കളുണ്ട്. ഈജിപ്തിൽ 43 ഔലിയാക്കൾ, ഷാമിൽ 43 ഔലിയാക്കൾ, ഇറാഖിൽ 43 ഔലിയാക്കൾ. അവർക്കൊക്കെ അവിടെയുള്ള പ്രത്യേകമായ ദൗത്യം അവരുടെ മുകളിലുള്ള ഖുതുബ് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സകല സൂഫികളും വിശ്വസിക്കും. ഈ വലിയൻ അവർ കൊടുത്തിരിക്കുന്ന പേര് ഖലീഫത്തുള്ള എന്നാണ്. എന്താ ഖലീഫത്തുള്ള എന്ന് പറഞ്ഞാൽ? ഖലീഫത്തുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖലീഫ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഔലിയാക്കളെ പരിചയപ്പെടുത്തും. എന്നാൽ അള്ളാഹുവിന്റെ ഖലീഫ എന്ന പ്രയോഗം കുഫറാണ്. ഖലീഫ എന്നാൽ പ്രതിനിധി എന്നാണ്. ഒരാൾ അയാളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ അശക്തനാകുമ്പോൾ ആ സ്ഥാനത്ത് പകരം കൊണ്ടുവരുന്നയാളെയാണ് എന്തു പറയുക? ഖലീഫ എന്ന് പറയുക.
അള്ളാഹുവിന്റെ ഡ്യൂട്ടി എടുക്കാൻ യോഗ്യതയുള്ളവരാരാണ്? എന്നാൽ ഈ തരീഖത്തുകാർ വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെ ഡ്യൂട്ടി എടുക്കാൻ കഴിയുന്നവരാണ് ഔലിയാക്കൾ, അതിനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രപഞ്ച നിയന്ത്രണം ഉൾപ്പെടെയുള്ള ഡ്യൂട്ടികൾ ഔലിയാക്കൾ നിർവഹിക്കുന്നു എന്ന് കരുതി അവരെ ഖലീഫത്തുള്ള എന്ന് വിളിക്കുന്നു. ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു വലിയനെ കുറിച്ച് ഖലീഫത്തുള്ള എന്ന് പറയുക എന്നുള്ളത് പച്ചയായ കുഫറാണ്. ഈ തരീഖത്തുകാരുടെ വിശ്വാസത്തിന്റെ ആധാരം ഔലിയാക്കന്മാരെ അവർ ഖലീഫത്തുള്ള എന്ന് പരിചയപ്പെടുത്തുന്നു. അത് കുഫറാണ്. ഇത്തരം കുഫ്രൻ ചിന്തകളിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും കരകയറാൻ നന്നായി ദീന് പഠിക്കണം. ഖുർആനും സുന്നത്തും നന്നായി നേരിട്ട് പഠിക്കാനുള്ള അവസരം നമുക്കുണ്ടാകണം. അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് ശരിയായ കലർപ്പില്ലാത്ത വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള മഹാഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ് ഫൗസിയക്കും സാനിയം വഇയ്യായ ബിതഖ്വല്ലാഹ്. അള്ളാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഔലിയാക്കളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഖലീഫ എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്നവരാണ് തരീഖത്തുകാരൻ, നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ പുരോഹിതന്മാരുമൊക്കെ. ചില ആളുകൾ ചിന്തിക്കും, ആദം നബിയെക്കുറിച്ച് ഖലീഫ എന്ന് പറഞ്ഞിട്ടില്ലേ? ഖുർആനിലുണ്ടല്ലോ, വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മലക്കുകളോട് അള്ളാഹു പറഞ്ഞ സന്ദർഭം, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കും. അപ്പൊ പിന്നെ എന്താ ഖലീഫ? ആദം നബിയെക്കുറിച്ച് ഖലീഫ എന്ന് പറയാമെങ്കിൽ എന്തുകൊണ്ട് ഔലിയാക്കളെ കുറിച്ച് ഖലീഫ എന്ന് പറഞ്ഞുകൂടാ എന്ന ഒരു ചോദ്യം സാധാരണക്കാർക്കിടയിലേക്ക് മുസ്ലിയാക്കന്മാർ കൊണ്ടുവരാറുണ്ട്. അതിനുള്ള ഉത്തരം മുഫസ്സിറുമാരെല്ലാം വിശേഷിപ്പിച്ചു. ഇമാം ഇബ്നു ജരീർ തബരിയുടെ തഫ്സീർ മുതൽ ഇമാം ഇബ്നു കസീറിന്റെ തഫ്സീർ വരെ പരിശോധിച്ചാൽ ഖലീഫ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖലീഫ എന്ന അർത്ഥത്തിലല്ല. ഖൽഫ് എന്ന് പറഞ്ഞാൽ പിന്നാലെ, ഖലീഫ എന്ന് പറയുമ്പോൾ പിന്നാലെ വന്നവൻ. അപ്പൊ മുന്നിൽ ആരോ ഒന്നുണ്ട്. അപ്പൊ മനുഷ്യനെ കുറിച്ച് പിന്നിൽ വന്നവൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ മുന്നിൽ മറ്റൊരു സൃഷ്ടി ഉണ്ട് എന്നേ അർത്ഥമുള്ളൂ. അതാരാണ്? ജിന്നുവർഗമാണ്. മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് 2000 വർഷം മുമ്പ് അള്ളാഹു ജിന്നുവർഗത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ജിന്നുവർഗത്തിന്റെ പിന്നിൽ വരുന്ന അടുത്ത ഒരു തലമുറ എന്നുള്ളതാണ് ഒരു വിശേഷണം. എന്നാൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വ്യക്തമാക്കിയത് ഖലീഫ എന്നതിന്റെ ആശയം അല്ലദീ യഖ്ലുഫു ബഅ്ദുഹും ബഅ്ദ, ചിലരുടെ പിന്നാലെ അധികാരം ഏറ്റെടുക്കുന്ന ഒരു ജീവിതക്രമമുള്ള ഒരു വർഗം. അതാണ് മനുഷ്യൻ. മനുഷ്യന്റെ സ്വഭാവം എന്താണ്? നമ്മൾ വരുമ്പോൾ ഒരു വിവരവുമില്ല, ഒന്ന് ഇരിക്കാൻ പോലും നമുക്ക് കഴിയില്ല. അത്രയും ദുർബലരായിട്ട്, ഖുലിഖൽ ഇൻസാനു ലഈഫ, ദുർബലരായിട്ടാണ് മനുഷ്യൻ ജനിച്ചു വീഴുന്നത്. നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ഈ ഒന്നും അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ പിറന്നു വീഴുന്ന മനുഷ്യർ പിന്നീട് കാലക്രമേണയാണ് അവർക്ക് കണ്ണും കാതും കാഴ്ചയും കണ്ടു മനസ്സിലാക്കലും കേട്ടു മനസ്സിലാക്കലും ഒക്കെ വരുന്നത്. പിന്നെ അവർ മുതിർന്നു വരുമ്പോൾ അവർക്ക് യൗവനമെത്തി, കാര്യപ്രാപ്തി ഉണ്ടായി, കാഴ്ചപ്പാടുണ്ടായി, ബുദ്ധിയുണ്ടായി, അറിവുണ്ടായി. പലതരത്തിൽ അവർ അറിവുകൾ നേടിക്കഴിഞ്ഞാൽ അവരുടെ പിതാക്കന്മാർ, രക്ഷിതാക്കൾ അവരൊക്കെ പ്രായം ചെന്നവരായി മാറും. അവർ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ കുടുംബത്തിലൊത്ത് ഇന്നലെ പിതാക്കന്മാരുടെ ആശ്രയത്തിൽ ജീവിച്ചു പോന്നിരുന്നവർ ഇന്ന് പിതാക്കന്മാരായി മാറി. ഇന്ന് അവരുടെ മക്കളും പേരക്കുട്ടികളും ഇവരുടെ ആശ്രയത്തിൽ ജീവിക്കുന്നു. അപ്പൊ നേരത്തെ ഈ കുടുംബത്തെ നയിച്ചിരുന്ന ആളുകളിൽ നിന്ന് പുതിയ തലമുറ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അല്ലെ? ഇന്ന് നിങ്ങൾ പലരും കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ളവരാണ്. ഇന്നലെ നിങ്ങളുടെ പിതാക്കന്മാർക്കും വല്യപ്പന്മാർക്കുമായിരുന്നു. അവരിൽ നിങ്ങളുടെ കയ്യിലെത്തി. നാളെ ഇത് നിങ്ങളുടെ മക്കളിലേക്കും നിങ്ങളുടെ പേരമക്കളിലേക്കും പോകും. നിങ്ങൾ ഇവിടെ അസ്തമിച്ചു പോകും, മരിച്ചു പോകും, നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഒരു തലമുറയിൽ നിന്നും ഉത്തരവാദിത്തം അടുത്ത തലമുറ ഏറ്റെടുക്കുന്ന ഒരു വിഭാഗം എന്ന അർത്ഥം മാത്രമേ ഖലീഫ എന്നതിനുള്ളൂ. മൂന്നാമത്തെ വിശദീകരണം എന്താണ്? ഖലീഫത്തുൻ ഫിൽ അർള്. ഖുർആനിൽ എവിടെയൊക്കെ ഖലീഫ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അർളിലേക്ക് ചേർത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഖുലഫാ ഉൽ അർള്, ഭൂമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർ. ഭരണാധികാരി എന്ന അർത്ഥത്തിലാണ് ഖലീഫ എന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ ഖലീഫ എന്നല്ല, ഭൂമിയുടെ ഖലീഫ. ഭൂമിയുടെ ഉത്തരവാദിത്തം ഒരാൾ കഴിഞ്ഞാൽ അടുത്തയാൾ ഏറ്റെടുക്കുന്നു. ഭരണകൂടങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും എല്ലാ രാജ്യത്തും. അങ്ങനെ മാറി മാറി പിന്നാലെ പിന്നാലെ ഭരണം ഏറ്റെടുക്കുന്ന വർഗം എന്നതിലപ്പുറത്ത് അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന് ഒരു കാരണവശാലും ഒരു സൃഷ്ടിയെക്കുറിച്ച്, നബിമാരെ കുറിച്ച് പോലും പറയാൻ പാടില്ല. പ്രതിനിധി എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ കാരണം 3 കാരണങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇമാം ഇബ്നു കസീറും വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ആ 3 കാരണങ്ങൾ? ഒന്ന്, ഒരാൾ എപ്പോഴാണ് മറ്റൊരാളുടെ ഖലീഫയായി മാറുന്നത്? ഖലീഫ എന്ന് പറഞ്ഞാൽ പകരം വെക്കുന്ന പ്രതിനിധിയാണല്ലോ. അപ്പൊ ഒന്ന്, യഥാർത്ഥ ആൾക്ക് വരാൻ സൗകര്യമില്ല, അയാൾക്ക് വരാൻ ആവതില്ല, രോഗമാണ്. അപ്പൊ ഞാനാണ് വരേണ്ടത്, എനിക്ക് അസുഖമാണ്. അപ്പൊ ഞാൻ വേറൊരാളെ എന്റെ ഡ്യൂട്ടി നടത്താൻ വേണ്ടി, ഖുതുബ പറയാൻ ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചു. അപ്പൊ എന്റെ ഖലീഫയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത്. അപ്പൊ അയാൾക്ക് രോഗമുണ്ടാകണം, ക്ഷീണമുണ്ടാകണം. അപ്പൊ പകരം ഒരാളെ ഏൽപ്പിക്കും. രണ്ടാമത്, സ്ഥലത്തില്ലാതാവണം, ഞാൻ നാട്ടിലില്ല. അപ്പൊ നാട്ടിൽ എന്റെ കാര്യം നടത്താൻ ഞാൻ മറ്റൊരാളെ ഏൽപ്പിക്കും. എന്റെ കാര്യം നടത്താൻ പറ്റുന്ന ഒരാളെ തന്നെ ഏൽപ്പിക്കുകയുമുള്ളൂ.
അപ്പൊ എന്താണ്, ആൾ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് നമ്മൾ രണ്ടാമതൊരാളെ ഏൽപ്പിക്കുന്നത്. മൂന്നാമത്തെ കാരണം, ഇതിന്റെ ഉത്തരവാദപ്പെട്ട ആൾ മരിച്ചുപോയി. ഇനിയിപ്പോൾ അത് നടത്തണമെങ്കിൽ അയാൾ അനന്തരാവകാശികൾ അത് ചെയ്യണം, പിന്മുറക്കാരത് ചെയ്യണം. അപ്പൊ ഖലീഫ വരുന്നത് എപ്പോഴാണ്? മരണം. 3 കാരണം കൊണ്ടാണ് ഖലീഫ ഉണ്ടാവുക. ഒരാൾക്ക് ഖലീഫ വേണ്ടത് എപ്പോഴാണ്? ഒന്നുകിൽ അയാൾ മരിച്ചു പോകണം, അല്ലെങ്കിൽ അയാൾ സ്ഥലത്തില്ലാതിരിക്കണം, അല്ലെങ്കിൽ അയാൾ രോഗത്തിലോ അവശതയിലോ ആകണം. ഇത് 3ഉം അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്തതാണ്. അള്ളാഹുവിന് ഖലീഫ ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ അള്ളാഹു മരിക്കണം. അള്ളാഹു ആരാണ്? ഹയ്യുൽ ലാ യമൂത്ത്, മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അൽ ജിന്നു വൽ ഇൻസു യമൂത്തൂൻ, ജിന്നും ഇൻസും മരിച്ചു പോകും, എന്നാൽ അള്ളാഹു മരിക്കാതെ എന്നും ജീവിച്ചിരിപ്പുള്ളവനാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാരണത്താൽ അള്ളാഹുവിന് ഖലീഫ ഉണ്ടാവില്ല. രണ്ടാമത്തത് ക്ഷീണം, ദുർബലത. അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും അത് ആരോപിക്കാൻ പാടില്ല. മൂന്നാമത്തേത് സ്ഥലത്തില്ല, അവിടുത്തെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റില്ല, മറ്റൊരിടത്താണുള്ളത്. ഇങ്ങനെ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട സാഹചര്യം ആർക്കില്ല? റബ്ബിനില്ല. റബ്ബ് സ്ഥലകാലങ്ങൾക്ക് അതീതനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റബ്ബ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു വലിയ വിഷയം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം ഈ 3 കാരണങ്ങൾ കൊണ്ട് അള്ളാഹുവിന്റെ ഖലീഫ എന്ന് പറയാൻ പാടില്ല. ഇനി ആലങ്കാരികമായി പറയാൻ പാടുണ്ടോ എന്നുള്ളതൊരു ചർച്ചയുണ്ട്. ഏതായിരുന്നാലും ഉത്തമ തലമുറയിൽ ഇങ്ങനെ ഒരു പ്രയോഗമില്ല. സ്വഹീഹായ ഹദീസുകളിൽ എവിടെയും ഖലീഫത്തുള്ള എന്ന ഒരു പ്രയോഗം വന്നിട്ടേയില്ല. അപ്പോൾ ഈ ഔലിയാക്കളെ കുറിച്ച് ഖലീഫത്തുള്ള എന്ന ഒരു കപടനാമം നൽകിക്കൊണ്ടാണ് സൂഫികൾ വരുന്നത്. ഇനി അവർ കൊണ്ടുവരുന്ന മറ്റ് അനേകം കാര്യങ്ങൾ, ഔസ്, ഖുത്തുബ്, അബ്ദാല്, ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കാം. ഇസ്ലാമിൽ തെളിഞ്ഞ തെളിവുകളുള്ള വിഷയങ്ങളും ആദർശവുമാണുള്ളത്. ഊഹങ്ങളും സങ്കല്പങ്ങളും കെട്ടുകഥകളും ഇസ്ലാമിന്റെ ആധാരമല്ല. ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന വീട്ടിലും ഹോസ്പിറ്റലുകളിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. മരണപ്പെട്ടുപോയ തൗഹീദുള്ള നമ്മുടെ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين.